വയസ്സ് 39ലേക്ക് എത്തുമ്പോഴും മൈതാനത്ത് താൻ തന്നെയാണ് അന്തിമ വാക്കെന്ന് അമേരിക്കൻ മണ്ണിലും തെളിയിച്ച് ലയണൽ മെസ്സി. ക്വാർട്ടറിലും സെമി ഫൈനലിലും വ്യക്തിഗത ഗോളുകൾ നേടിയില്ലെങ്കിലും തന്റെ അസാധാരണമായ തന്ത്രങ്ങൾ കൊണ്ടും കളിക്കളത്തിലെ നേതൃപാടവം കൊണ്ടും എതിരാളികളെ അനായാസം വീഴ്ത്തുകയാണ് ഈ അർജന്റീനിയൻ ക്യാപ്റ്റൻ. അറ്റ്ലാന്റയിലെ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തെ സാക്ഷി നിർത്തി ഇംഗ്ലണ്ടിന്റെ നെഞ്ചു തകർത്ത് അർജന്റീനയെ തുടർച്ചയായ 3ാം ലോകകപ്പ് ഫൈനലിലേക്ക് നയിച്ചിരിക്കുകയാണ് മെസ്സി എന്ന സൂപ്പർമാൻ. ടൂർണമെന്റിലുടനീളം 8 ഗോളുകളുമായി ഗോൾ വേട്ടയിൽ മുന്നിൽ നിൽക്കുമ്പോഴും നോക്കൌട്ട് ഘട്ടങ്ങളിൽ തനിക്ക് മേൽ ഇരച്ചെത്തുന്ന എതിർ ഡിഫൻഡർമാരെ ആകർഷിച്ചു നിർത്തി സഹതാരങ്ങൾക്ക് സ്പേസ് തുറന്നു കൊടുക്കുന്ന മിഡ്ഫീൽഡ് ജെയിന്റ് എന്ന അവതാരത്തിലാണ് മെസ്സിയെ കാണുന്നത്. ക്വാർട്ടറിലും സെമിയിലും ഗോളടിക്കുന്നതിനേക്കാൾ എതിരാളികളുടെ പ്രതിരോധ തന്ത്രങ്ങളെ നിഷ്പ്രഭമാക്കുന്ന ടാക്ടിക്കൽ മാസ്റ്റർ മൈൻഡായി മാറി താൻ വലിഞ്ഞു നിൽക്കുകയും പന്ത് കൃത്യമായി ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരാളെ മാത്രം കേന്ദ്രീകരിച്ച് കളിക്കുന്ന രീതിയിൽ നിന്ന് മാറി മൈതാനത്തിന്റെ എല്ലാ കോണുകളിലും സാന്നിധ്യം അറിയിക്കുന്ന ടോട്ടൽ ഫുട്ബോളിന്റെ വക്താവിലേക്ക് മെസ്സി അർജന്റീനയെ ഉയർത്തിക്കഴിഞ്ഞു. മുന്നേറ്റ നിരയിലെ താരം എന്നതിലുപരി കളിയുടെ താളം നിശ്ചയിക്കുന്ന കളി മേനയുകാരനായി അദ്ദേഹം പന്തിനെ നിയന്ത്രിക്കുന്നു. ആക്രമണത്തിനും പ്രതിരോധത്തിനും ഇടയിലെ പാലമായി മാറി ടീമിലെ ഓരോ അംഗത്തെയും ഓരോ ലക്ഷ്യത്തിലേക്ക് കോർത്തിണക്കുന്ന യഥാർത്ഥ പടനായകന്റെ ചുമതലയാണ് മെസ്സി നിർവഹിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ നിർണായക സെമി ഫൈനലിൽ ആദ്യ പകുതിയിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് മുന്നിലെത്തിയപ്പോഴും അല്പം പോലും പരിഭ്രാന്തനാകാതെ സഹതാരങ്ങളിൽ ആത്മവിശ്വാസം നിറച്ചത് മെസ്സിയുടെ അസാധാരണ നേതൃപാടവമായിരുന്നു. ഇംഗ്ലീഷ് മധ്യനിരയും പ്രതിരോധവും തീർത്ത കടുത്ത പ്രതിരോധ കോട്ടകൾക്കിടയിലൂടെ ശാന്തമായി പന്തുമായി മുന്നേറാനും അന്തിമ മിനിറ്റുകളിൽ കളിയുടെ ഗതി പൂർണ്ണമായും അർജന്റീനയുടെ കയ്യിൽ ഒതുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. മത്സരത്തിലെ നിർണായകമായ വിജയ ഗോളിന് വഴിയൊരുക്കിയത് ബോക്സിലെ ഒരു ശസ്ത്രക്രിയാ വിദഗ്ധന്റെ കൃത്യതയോടെയുള്ള മെസ്സിയുടെ ക്രോസ് ആയിരുന്നു. തന്നെ നിഴൽ പോലെ പിന്തുടർന്ന ഇംഗ്ലീഷ് ഡിഫൻഡർ ഡെഡ് സ്പേസിന്റെ വിഗറസ് ടാക്കിളുകളെ വഴുതി മാറ്റി ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡിന്റെ തലയ്ക്ക് മുകളിലൂടെ പെനാൽറ്റി ബോക്സിന്റെ ബാക്ക് പോസ്റ്റിലേക്ക് മെസ്സി എത്തിച്ചു നൽകിയ മില്ലിമീറ്റർ കൃത്യതയുള്ള ആ പന്ത് ലൗട്ടാറോ മാർട്ടിനസിന് ഹെഡ് ചെയ്ത് വലയിലാക്കാൻ അനായാസമായിരുന്നു. പന്ത് കാലിൽ കിട്ടിയാൽ പ്രായം തളർത്താത്ത വേഗതയും ദീർഘവീക്ഷണവും കൊണ്ട് എതിരാളികളെ വിറപ്പിക്കുന്ന മെസ്സിയുടെ കളിശൈലി തന്നെയാണ് അറ്റ്ലാന്റയിലും കണ്ടത്. പന്തിന്റെ വേഗത കുറയ്ക്കാനും അപ്രതീക്ഷിതമായി ആക്രമണം അഴിച്ചുവിടാനും കഴിയുന്ന ആ ടാക്ടിക്കൽ വിഷൻ ലോക ഫുട്ബോളിൽ മറ്റൊരാൾക്കും അനുകരിക്കാനാവാത്ത ഒന്നാണ്. മൈതാനത്ത് മെസ്സി തീർക്കുന്ന മാന്ത്രിക വലയിൽ ഇംഗ്ലീഷ് കളിക്കാർ അകപ്പെടുകയായിരുന്നു. മത്സരത്തിന്റെ അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ വീണ്ടും മൈതാനത്ത് വീണത് ഇംഗ്ലീഷ് താരങ്ങളുടെ കണ്ണീരായിരുന്നു. തോമസ് ടുഷേലിന്റെ തന്ത്രങ്ങളെയും ഇംഗ്ലീഷ് ഫോർവേഡുകളുടെ മികവിനെയും മറികടന്ന് അറ്റ്ലാന്റയിലെ രാത്രിയെ ഒരു പൂർണ്ണ മെസ്സി വസന്തമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു.